തുടങ്ങിക്കോളി, ഇന്നലെ അവർക്ക് ഒരു ആവേശം. അലക്ഷ്യമായ ഒരു യാത്രയിൽ നമ്മളൊരു ലക്ഷ്യബോധം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്ന് നമ്മളെ സാജിദ് മാഷ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, 24 മണിക്കൂർ ഞാൻ വന്ന എൻ്റെ കൂടെ നിൽക്കുള്ളൂ. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മുടെ എന്താ പറയാ മിസ്റ്റർ ഹെൽപ്പർ എന്ന് പറയുന്ന ഷാമിലാണ്. ലോകത്ത് മനുഷ്യന്മാർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഷാമിനോട് ചോദിച്ചാൽ മതി. നമ്മളെങ്ങോട്ടാ പോണേ ഷാമില? ഞങ്ങള് യൂട്യൂബ് ഫേസ്ബുക്ക് വഴി വൈറലായ ഒരു ഹോട്ടലിൽ പോയിട്ട് പുല്ലാനിമേട്ടിലെ ഹോട്ടൽ ഹച്ചൂസിൽ കയറിയിട്ട് എന്താ പറയാ ചെറിയൊരു ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഓക്കെ, വലിയ ഭക്ഷണം കഴിച്ച് കൊടവേർ ചാടിയാ പിന്നെ ബ്ലോഗ് അറച്ചും ബയറാകാണ്. മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അത് മനോഹരമാണ്. പക്ഷെ അതിലേറെ മനോഹരമായ യാത്രയാണ് താമരശ്ശേരി വഴി വയനാട്ടിലേക്കുള്ള യാത്ര. ഇപ്പൊ ഒരു ചൂടീയമായ തണുപ്പല്ലേ വയനാട്ടിലെത്തിയപ്പോ, ചൂടീയമായൊരു തണുപ്പ്. അതിനിടയ്ക്ക് ഞങ്ങൾ യാത്രയെക്കുറിച്ച് മനോഹരമായൊരു വീഡിയോ സാജിദ് ഇതിനുള്ളിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഷാമിലിൻ്റെ നല്ല മനോഹരമായൊരു മതപ്രഭാഷണ പരമ്പര ഇതിനുള്ളിൽ നിന്നുണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങൾ പള്ളിയിലേക്കാണ് പോകുന്നത് മക്കളെ, പള്ളിയിലേക്ക്. ഓക്കെ, ഇവിടെ ഒരു ഉസ്താദ് നന്നായി ക്ലാസ് എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ചുണ്ടയിലെ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാനുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അല്ലേ? നല്ല സുഖ, തണുപ്പത്തൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കണം. സീനിയർ സിറ്റിസൺസിന് ഇരിക്കാനുള്ള സൗകര്യത്തിന് സിറ്റിസൺസ് ആവേണ്ടവർ കൂടി നല്ല അടിപൊളിയാണ്. ഇവിടെ തണുപ്പത്ത് ഇങ്ങനെ ഊഞ്ഞാലാണ്. ഓക്കെ, നല്ല സുഖം. എഴുതുന്ന ശീലമൊക്കെ ഉണ്ടോ? എഴുതുന്ന ശീലമൊക്കെ ഉണ്ട്. ഏതായാലും ഈ ചുണ്ടയിൽ എന്ന സ്ഥലത്ത് വന്നപ്പം ഇവിടുത്തെ നല്ല പേര് കേട്ട ബോണ്ടല്ലേ ഇത്? പേര് കേട്ട ഇറച്ചിയുടെയും പിന്നെ ചായയും കുടിക്കണം. ഓക്കെ, ഷാമില ഏതായാലും ഇങ്ങനെ വെറൈറ്റി ഫുഡുകൾ കഴിക്കുന്നതിൽ തന്നെ അതിന്റെ ത്രില്ല് കേട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ വയനാടൻ യാത്ര എങ്ങോട്ടാന്ന് പറഞ്ഞ സാധ്യത? ഇന്ന് നമ്മളിപ്പോ ചുണ്ടയിലാണുള്ളത്. ചുണ്ടയിൽ നിന്ന് ഞങ്ങളിതാ ഒരു വ്യത്യസ്തമായിട്ടുള്ള വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. അതിമനോഹരമാണ്. ഷാമിൽ അത് അവിടെ നിന്ന് ഓൾറെഡി ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്തു. വളരെ രസകരമായ ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഇവിടെ സാധാരണ കുട്ടികൾ കളിക്കുമെന്നാണ് പറയുന്നത്. വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുമ്പോൾ കാണുമായിരിക്കും അല്ലേ? ഇവിടെ ചായത്തോട്ടങ്ങളാണ്. വയനാട്ടിൽ ഏത് സ്ഥലവും വളരെ ഗംഭീരമാണ്. പിന്നെ നമ്മൾ തീരെ പോകാത്ത കുറച്ച് സ്ഥലങ്ങളാണ്. നമ്മളിപ്പോ പൂക്കോട് ലേക്കും അവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കണ്ട, അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഇന്ന് വേറെ വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ടീ എസ്റ്റേറ്റ് വ്യൂ പോയിന്റിലേക്കാണ് ഇനിയിപ്പോ നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, ഞങ്ങൾ ഇവിടെ ഏതാണ്ട് ഈ പാർക്കിന്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇവിടെ നടന്നു പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ എക്സ്പ്ലോറേഷൻ അറിയുള്ളൂ. വണ്ടി പോയേക്കാൾ വണ്ടിന്റെ AC നമ്മൾ അനുഭവിക്കുള്ളൂ. പ്രകൃതിയുടെ AC നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നമ്മൾ പ്രകൃതിയുടെ AC അനുഭവിക്കാനല്ലേ വയനാട്ടിലോട് ചുരം കയറിയത്. എന്ത് മസനഗുഡിയാടാ വയനാട്ടിലെ അങ്ങോട്ട് വരി. എന്തായാലും സ്ഥലത്തിന് വരുന്നത് ചുണ്ടേല് വരി മക്കളെ. ചുണ്ടേല് മസനഗുഡിയൊക്കെ എന്ത്. ഷാമിലെ നീ കൊണ്ടുവന്ന സ്ഥലം സൂപ്പർടാ. ഷാമിലെ എന്താടാ നീ എന്നെ സ്വർഗത്തിലേക്കാണോടാ കൊണ്ടുവന്നത്. ഷാമിലിന്റെ തല മാത്രം ഇന്ന് ഞങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. ഓന്റെ പെൺപെണ്ണോർത്തിയോ എന്താ പറയാ, പെമ്പർനോർത്തിന്റെ ചിന്തയേ ഉള്ളൂ ഓന്. വേറെ ഒന്നുമില്ല. ഇവിടെ വരുമ്പോ സെറ്റ് അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല മോനെ. ഏതായാലും ഇതുപോലെ ആയിരിക്കണം. ഭർത്താവ് ആരാണെന്ന് കൂടി ഷാമിൽ കാണിച്ചു തന്നിരിക്കുക. വെരി ഗുഡ്. സാജിദ് എടാ സെൽഫി ചെയ്യിപ്പിക്കാണ്. സെൽഫി. ഈ സ്ഥലം സൂപ്പർ ആയിട്ടോ. വെറുതെ കാണാൻ വന്ന കണ്ടു നോക്കിയപ്പോ മസിനഗുഡിയൊക്കെ എന്ത് മസിനഗുഡിയില്ലേ? മസിനഗുഡിനേക്കാളും സൂപ്പർ അല്ലേ? താങ്ക് യു. നിങ്ങളുടെ നാടിന് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അല്ലേ? നിങ്ങളൊരു അയൽക്കൂട്ടത്തിലെ നല്ല സഹോദരിമാരാണ്. കുടുംബശ്രീ അയൽക്കൂട്ടം. ഇവിടെ റിസോർട്ട് ഉയരുന്നൊരു കാലഘട്ടം കാണാം നമുക്ക് അല്ലേ? റിസോർട്ട് മാത്രമല്ല, ഒരുപാട് റോപ്പ് വേ അതിനൊക്കെ ഉള്ള സ്കോപ്പുള്ള ഒരു സ്ഥലമാണ് അല്ലേ?
ലലം ചൊല്ലുന്ന ചെല്ല കിളികളെ കാണുന്ന കരക്കി കരക്കി തരം കൂടുവാൻ തൊടാമോ കരക്കി കരക്കി നിനക്കൊരു വിരലും കാട്ടിലെങ്ങോ ഒരു മിഡൻ വായി I am a disco dancer. ഏതായാലും ഈ പാട്ടുകൾ ഉത്ഭവിച്ച ഒരു കേന്ദ്രത്തിലേക്ക് ഞാനും ഷാമിലൂടെ ഒന്ന് യാത്ര ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, എവിടെയോ മനോഹരമായ മാപ്പിളപ്പാട്ടിൻ്റെ ഈരടികൾ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ചിങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊന്ന് യാത്ര ചെയ്ത് നോക്കിയതാണ്. തീർച്ചയായിട്ടും ഈ പ്രകൃതിയുടെ സൗന്ദര്യവും ഇതിൻ്റെ ഈ പാട്ടും എല്ലാം കൂടി ചേരുമ്പോൾ ആഘോഷിക്കാനൊക്കെ വല്ലാത്തൊരു എഫക്റ്റാണ് ഇവിടെ ആഘോഷിക്കുന്നവർക്കൊക്കെ കിട്ടുക. താനാരോ തന്നാരോ തന താനാരോ തന്നാരോ ചുണ്ടയിലുള്ള ഒരു ചുണ്ടത്തി പെണ്ണിന്റെ നന്നാനോ തന്നാരോ തന താനാരോ തന്നാരോ ചുണ്ടല് ബൈത്തിരി വയനാട് ജില്ലയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ താനാരോ തന്നാരോ തന താനാരോ തന്നാരോ മസനഗുഡിയിലേക്കുള്ള യാത്രേനേക്കാളും സൂപ്പറായ യാത്രയാണ്. വ്യൂ പോയിന്റിൽ വന്നത് എങ്ങനെയുണ്ടോ? അടിപൊളിയാ, എൻജോയ്, ബൈ ബൈ ബൈ. നമുക്കൊരു ഏറ്റവും നല്ലൊരു ലൊക്കേഷനിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേട്ടോ. നല്ല തണുപ്പ്, നല്ല കാറ്റ്, വളരെ ഏകാന്തത, സ്വസ്ഥത എല്ലാം നമുക്ക് പ്രകൃതി സമ്മാനിക്കുന്നൊരിടം. ഈ ഷർട്ട് കൂടി ഒന്ന് അയച്ചിട്ടിരുന്നെങ്കിൽ ഈ കാറ്റ് കൊണ്ട് ഈ കാറ്റിലൊന്ന് കുളിച്ചിറങ്ങാമെന്ന് തോന്നുകയാണ്. ഈ വ്യൂ പോയിന്റ് ജനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതെ അതെ. ഉദാഹരണത്തിന് 4 ആള് കൂടിക്കുന്നിടത്ത് എന്ത് ചെയ്യും, ബാക്കിയുള്ളവരും പോയി നിൽക്കും. അത് വ്യൂ പോയിന്റ് ആണെന്ന്. പക്ഷെ നമ്മൾ ആ വ്യൂ പോയിന്റ് ഇറങ്ങി കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ അതിലും മനോഹരമായ സ്ഥലത്തായി. ഇതെന്ന് പറഞ്ഞാല് കണ്ടതെല്ലാം മനോഹരം, കാണാത്തതോ അതിമനോഹരം. അതാണ് ഇപ്പൊ കാണിക്കുന്നത്. എത്ര നാള് കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു കാത്തിരുന്നു ഒന്നു മിണ്ടുവാൻ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ, എൻ്റെ മണവാട്ടി പെണ്ണാണു നീ.